അപ്പം നിങ്ങൾ തംബ്നെയിൽ കണ്ട പോലെ തനുവിനെ കിട്ടിയ സ്റ്റോറിയാണ് പറയാൻ പോകുന്നത്. അത് പറയുന്നതിന് മുമ്പായിട്ട് തന്നെ വീഡിയോ ഇഷ്ടമുള്ളവർ കാണുക, വീഡിയോ ഇഷ്ടമില്ല അല്ലെ കാണാൻ താല്പര്യമില്ലാത്തവർ സ്കിപ്പ് ചെയ്യുക. എന്നെ ഇഷ്ടപ്പെടുന്ന അല്ലെ എൻ്റെ സബ്സ്ക്രൈബേഴ്സായ കുറച്ച് പേരുണ്ട്, അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞങ്ങൾ ഫസ്റ്റ് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലായിരുന്നു കാണിച്ചിട്ടുള്ളത്. അവിടുന്ന് ഒരു 3 മാസമായപ്പോഴത്തേന് നമുക്ക് മാറേണ്ടി വന്നു. പിന്നെ അവിടുന്ന് ഞങ്ങൾ പാലായിൽ ഒരു ഹോസ്പിറ്റലാണ് പോയത്. പേരൊന്നും ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല. പാലായിൽ ഹോസ്പിറ്റലിൽ പോയി, ചിലർ റെക്കമെൻഡ് ചെയ്തിട്ടാണ് പോയത്. അപ്പം നമ്മൾ അവിടെ ചെന്ന് നിന്നപ്പം അപ്പോഴത്തേന് എനിക്കൊരു 5 months ആയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ടൈം ഗ്യാപ്പിൽ ഞങ്ങൾ വേറെ എങ്ങും പോയില്ല. ആ 5 months ആയപ്പോഴാണ് ഞങ്ങൾ പാലായിലെ ഹോസ്പിറ്റലിലോട്ട് പോകുന്നത്. അവിടെ ചെന്നപ്പോഴത്തേനും ഒരു നീണ്ട ക്യൂ തന്നെ ഉണ്ടായിരുന്നു ഡോക്ടറിനെ കാണാനായിട്ട്. ഒരു ലേഡി ഡോക്ടറായിരുന്നു. അപ്പം എന്താ പറയുക, ഇപ്പം നാളെ ഡെലിവറിക്ക് വേണ്ട ആൾക്കാർ വരെ സ്കാനിങ്ങിനും ഡോക്ടറിനെ കാണാൻ വേണ്ടി നമ്മുടെ ഈ ക്യൂവിൻ്റെ അത് നിൽപ്പുണ്ട്. ഞാനൊരു 13-14 ആൾക്കാരുടെ പുറകിലായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. അങ്ങോട്ട് ആണുങ്ങളെ കയറ്റി വിടത്തുമില്ല. അപ്പം അത് കഴിഞ്ഞ് ഞങ്ങൾ ഡോക്ടറിനെ കാണിച്ചപ്പം ഡോക്ടർ പറഞ്ഞു, അപ്പോൾ ഒരു 4 months കഴിഞ്ഞു. അപ്പം ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു, അയ്യോ അനക്കമൊന്നും ഇല്ലല്ലോ, നിങ്ങൾ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് മാറിയേ, ഇതിന് കുഞ്ഞിന് അനക്കമൊന്നും ഇല്ല. പുള്ളിക്കാർ നോക്കിയിട്ട് ഹാർട്ട് ബീറ്റ് ഉണ്ട്, പക്ഷെ അനങ്ങുന്നൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു, നിങ്ങൾ നേരത്തെ കാണിച്ചിട്ട് തന്നെ എന്നെ പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് പേടിയായിപ്പോൾ, എന്താ പറ്റിയേ എന്നൊക്കെ അറിയാതെ. ഞങ്ങൾ പിന്നെ കാണിച്ചത് കാഞ്ഞിരപ്പള്ളി മേരി ക്വീൻ ഹോസ്പിറ്റലിലാണ്. അവിടെ ഡോക്ടർ ജിഷയാണ് നമ്മളെ നോക്കിയത്. അപ്പോൾ ഡോക്ടർ നോക്കി സ്കാൻ ചെയ്തിട്ട് പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, പേടിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ തന്നെ ആയിരുന്നു കണ്ടിന്യൂസ് പൊയ്ക്കൊണ്ടിരുന്നത്. ഒരു 9 months ആയപ്പോഴത്തേനും ഡേറ്റ് പറഞ്ഞു. ജൂലൈ 14 ഡേറ്റ് പറഞ്ഞത്. പക്ഷേ എനിക്കൊരു ജൂൺ 29 ആയപ്പോഴത്തേനും എനിക്ക് ഭയങ്കരമായിട്ട് വയറിന് ഭയങ്കര ഒഴിച്ചിലായിരുന്നു, ലൂസ് മോഷൻ പോലെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഫുഡൊന്ന് വെള്ളം കുടിച്ചാൽ വരെ വയറ്റിൽ നിന്ന് പോകുന്ന ആ ഒരവസ്ഥയായിരുന്നു. അപ്പോഴത്തേന് ഡോക്ടറിനെ വിളിച്ച് ചോദിച്ചപ്പോൾ വന്ന് അഡ്മിറ്റ് ആവാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ജൂൺ 29 ഞങ്ങൾ പോയി അഡ്മിറ്റായി. അന്ന് വൈകിട്ട് തൊട്ട് എനിക്കെന്തോ വയറ്റിൽ ഭയങ്കര ഒരു കൺട്രാക്ഷൻ പോലെ വന്നു. അന്ന് വൈകിട്ട് ലേബർ റൂമിൽ കയറ്റി, മറ്റേ PV എല്ലാം കഴിഞ്ഞ് പിന്നെ എനിമ ഏതാണ്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ പെയിൻ കൂടാനുള്ള ഇഞ്ചക്ഷൻ എടുത്തു, അതായത് 29 തന്നെ. അപ്പം രാത്രി തൊട്ട് ഞാൻ ഇങ്ങനെ വേദന സഹിച്ച് കിടക്കുക. എന്നിട്ട് എൻ്റെ സർവിക്സ് അങ്ങോട്ട് ഇതാവുന്നില്ലായിരുന്നു. അത് കഴിഞ്ഞ് ജൂൺ 30 രാവിലെ ഉച്ചയൊക്കെ ആയപ്പോഴത്തേനും അവർ മാക്സിമം നോക്കി നോർമൽ ഡെലിവറി ആക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ എന്താ പറയുക, അവിടെ ഒരു 4 centimeter വരെ ആയിട്ടുള്ളായിരുന്നു, അങ്ങോട്ട് ഇതാവുന്നില്ലായിരുന്നു. മാത്രമല്ല എനിക്ക് ഭയങ്കര അപ്പം വരെ ഞാൻ വേദന സഹിച്ച് കിടക്കും, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞങ്ങൾക്കിടന്ന് കരയൊക്കെ ആയിരുന്നു. എന്നിട്ടും ഇതങ്ങോട്ട് നോർമൽ ഡെലിവറി ആവാൻ നോക്കിയിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. പുഷ് ചെയ്തിട്ടൊന്നും ബേബി പുറത്ത് വന്നിട്ടില്ല. കാരണം ഏകദേശം ഒരു 3.5 kilo ഉണ്ടായിരുന്നു അവൾ. 300 ആ ഒരു അത്രയും വെയിറ്റ് ഉണ്ടായിരുന്നു. തലയുടെ സെൻറ്റിമീറ്റർ ഇച്ചിരി കൂടുതലും കൂടെ ആയിരുന്നു. അപ്പം അത്രയും ഇതാവുന്നില്ലായിരുന്നു, പുഷ് ചെയ്തിട്ടൊന്നും ഇറങ്ങി വരുന്നില്ലായിരുന്നു. പിന്നെ ഒരു 2 മണിയൊക്കെ കഴിഞ്ഞാലും ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു, നമുക്ക് ഏതായാലും C-section ചെയ്യേണ്ടി വരും. അപ്പം ഞാൻ പറഞ്ഞു, എന്നെ എങ്ങനെയും കുഞ്ഞിനെ ഒന്ന് വെളിയിൽ എടുക്ക്, പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യാൻ. ഭയങ്കര ബഹളമായിരുന്നു എനിക്ക് ആ ഒരു സമയത്ത്. എന്താ പറയണ്ടതെന്ന് അറിയത്തില്ല. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഡോക്ടർ വന്നു. ഡോക്ടർ വന്നിട്ട് നേരെ എഴുതിയെല്ലാം മേടിച്ചിട്ട് നേരെ സിസേറിനെ കയറ്റിയിട്ട് എനിക്കറിയത്തില്ല, അനസ്തേഷ്യയൊക്കെ എടുക്കുമല്ലോ. അപ്പം എൻ്റെ വിചാരം മൊത്തം ഞാൻ മരിക്കാൻ പോകും, എൻ്റെ മനസ്സിൽ ഫുള്ള് ഞാൻ മരിക്കാൻ പോകും. എൻ്റെ ഈശ്വരൻ, എൻ്റെ കുഞ്ഞിനെ എനിക്കൊന്ന് കാണാൻ പറ്റുന്നില്ലല്ലോ, അതിനു മുമ്പ് ഞാൻ മരിക്കും, അങ്ങനെയായിരുന്നു. എനിക്കാണ് ശ്വാസം എടുക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം ഒരു 3:30 ആയപ്പോഴത്തേനും കുഞ്ഞുണ്ടായി. ഞാൻ നോക്കുമ്പോൾ കുഞ്ഞിനെ ഇങ്ങനെ പൊക്കിയെടുത്തിട്ട് എനിക്ക് കാണാമല്ലോ, മരവിപ്പിച്ചിട്ടല്ലേ ഉള്ളൂ. അപ്പം പെൺകുട്ടിയാണെന്ന് പറയുന്നു. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ കുഞ്ഞിനെ എൻ്റെ ചേട്ടൻ്റെ കൈ തന്നെ കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. അതായത് കയറിയപ്പോഴും ഞാൻ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, എൻ്റെ കുഞ്ഞിനെ ചേട്ടൻ്റെ കൈ മാത്രമേ കൊടുക്കാവൂ എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് തരുവിനെ മേടിച്ചു. പെൺകുട്ടിയാന്ന് പറഞ്ഞപ്പോൾ എനിക്ക് എന്നെക്കാളും സന്തോഷം. എനിക്ക് പെൺകുട്ടിയാണെന്നുണ്ടായിരുന്നു, എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം പെൺകുട്ടിയാന്ന് പറയുന്നുണ്ട്. അപ്പം എൻ്റെ മനസ്സിൽ വെച്ചാൽ പെൺകുട്ടിയാണ്, എനിക്ക് എൻ്റെ കുഞ്ഞിനെ ഒന്ന് കാണാൻ പറ്റി. ഞാൻ മരിക്കാൻ പോവുക, ഇനി മരിച്ചാലും സാരമില്ല, ആ ഒരു രീതിയിലായിരുന്നു ഞാൻ. അത് കഴിഞ്ഞിട്ട് ICUയിലേക്കാണ് മാറ്റിയത്. അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം ICU കിടന്നിട്ട് പിറ്റേ ദിവസമാണ് റൂമിലേക്ക് മാറ്റിയത്. എൻ്റെ പൊന്നോ, സിസേറിയൻ കഴിഞ്ഞവർക്കെല്ലാം അറിയാം ആ ഒരു അവസ്ഥയെപ്പറ്റി. എന്തുമാത്രം സിസേറിയൻ കഴിഞ്ഞിട്ട് ഫസ്റ്റ് നമ്മളൊന്ന് ബെഡിൽ നിന്ന് എണ്ണിക്കുന്ന ആ ഒരു, എനിക്കിപ്പോഴും അത് ഓർക്കാൻ പറ്റുന്നില്ല. നമ്മൾ ആ ബെഡിൽ നിന്ന് എണ്ണിക്കുന്ന ആ ഒരു മൊമെൻറ്റ്, എൻ്റെ ദൈവമേ, എനിക്ക് ഞാൻ ഫസ്റ്റ് എണ്ണീറ്റ് ബെഡിൽ നിന്ന് കാല് കുത്തുകയും എൻ്റെ കാലക്കൂടെ എല്ലാം ബ്ലഡ് ഭയങ്കരമായിട്ട്, നമ്മൾ പാടൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്, തുണി പാടൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഓവർ ബ്ലീഡിങ് ഉണ്ടായി. എൻ്റെ കാലക്കൂടെ എല്ലാം ബ്ലഡ് പോയി.
അപ്പം എന്നെ സഹായിച്ച കുറച്ച് ആൾക്കാരുണ്ട്. എൻ്റെ അമ്മ, ചേട്ടൻ്റെ അമ്മ, അതുപോലെ തന്നെ എനിക്ക് എടുത്തു പറയേണ്ട ഒരാളാണ്. ആ ഒരു മൊമെൻറ്റിൽ എന്നെ ഒന്നും നോക്കാതെ ഒരു ഇതുപോലും ചെയ്യാതെ എന്നെ കാണാൻ ഒരു ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു. ചേച്ചിയാണ് ആ ബ്ലഡെല്ലാം തുണി കൊണ്ടൊക്കെ തൂത്ത് പെട്ടെന്ന് ബാത്റൂമിലൊക്കെ കയറിക്കോളാൻ പറഞ്ഞത്. അപ്പം കുഞ്ഞിനെ ഒരാൾ പിടിക്കുക, എന്നെ ഒരാൾ പിടിക്കണം, കുഞ്ഞിനെ ഒരാൾക്ക് പിടിക്കണം, എന്നെ ഒരു 2 പേരെങ്കിലും പിടിച്ച്, 2 അമ്മമാരെ ആകെ ഇച്ചിരിയേ ഉള്ളൂ. അപ്പം അങ്ങനെ ബാത്റൂമിൽ കയറ്റുകയും, അപ്പം അതിങ്ങനെ ഒരിക്കലും ഞാൻ മറക്കത്തില്ല. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് നമ്മൾ ബാത്റൂമിൽ പോകുമല്ലോ, അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എനിക്കതൊന്നും ഇനി ഓർക്കാനേ വയ്യ. അതായത് ഞാൻ ഒരേ സമയം ഞാൻ നോർമൽ ഡെലിവറിയുടെ വേദന അനുഭവിച്ചു, സിസേറിൻ്റെ വേദന അനുഭവിച്ചു. അയ്യോ, അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഒരു വേദന ഒരു എന്താ പറയുക, ഇതിൻ്റെ വേദന അനുഭവിച്ചത് അതൊക്കെ ഒന്ന് മാറിയത് എൻ്റെ കുഞ്ഞിൻ്റെ മുഖം ഒന്ന് കണ്ടപ്പോൾ എനിക്ക് അത്രയും ആശ്വാസമായി. ഇത്രയും വേദന കഴിച്ചാൽ എന്താ, ഇത്രയും വേദന തിന്നാൽ എന്താ, എനിക്ക് എൻ്റെ കുഞ്ഞിനെ ഒന്ന് കാണാൻ പറ്റിയില്ലേ, എൻ്റെ മനസ്സിൽ മൊത്തം അതായിരുന്നു. അപ്പോൾ തനുവിനെ അങ്ങനെയാണ് എൻ്റെ കയ്യിലേക്ക് കിട്ടുന്നത്. എനിക്ക് കൈ കിട്ടിയപ്പോൾ ഭയങ്കര ഒരു ഉണ്ട കുഞ്ഞായിരുന്നു. കവളൊക്കെ ഭയങ്കരമായിട്ട് ചാടി, ഇങ്ങനെ കണ്ണൊന്നും ഇല്ല, ഇങ്ങനെ ഈ ഒരു വര മാത്രമേ ഉള്ളൂ. അപ്പോൾ ആദ്യം ആ ഒരു ഫ്ലൂയിഡിൻ്റെ ഒക്കെ ആയിരിക്കും. ഞാൻ ഒരു കുഞ്ഞിനെ വലിയവർക്ക് മാറിപ്പോയോ, ഇത് എൻ്റെ കുഞ്ഞ് തന്നെയാണോ എന്ന് ആലോചിച്ചു. കാരണം അത്രയ്ക്ക് ഇച്ചിരി വണ്ണം ഉണ്ടായിരുന്നു നമുക്ക്. അപ്പോൾ ഇങ്ങനെ കണ്ണെല്ലാം ഇങ്ങനെയായിരുന്നു. അപ്പോൾ അവളെ കണ്ടപ്പോൾ എൻ്റെ വിഷമം എല്ലാം മാറി. എനിക്ക് ആ ഒരു മൊമെൻറ്റിൽ എൻ്റെ അമ്മയോടും അതുപോലെ തന്നെ ചേട്ടൻ്റെ അമ്മയോടും, ഇവർ 2 പേരോടും മാത്രമല്ല ലോകത്തുള്ള എല്ലാ അമ്മമാരോടും എനിക്കൊരു റെസ്പെക്റ്റ് തോന്നി. ആ ഒരു എന്താ പറയുക, അതൊരു വലിയൊരു മൊമെൻ്റ് ആയിരുന്നു. അതായത് ഞാനൊരു കുഞ്ഞിൻ്റെ അമ്മയായി കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക, ഒരു റിയലൈസേഷൻ ആയിരുന്നു ഉണ്ടായത്. ഇതുപോലാണല്ലോ അവരനുഭവിച്ചൊരു വേദന. അതായത് എൻ്റെ അമ്മയുടെയും സിസേറിയൻ ആയിരുന്നു. അപ്പം ഞാൻ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു, എനിക്ക് ഭയങ്കര സങ്കടം വന്ന ആ ഒരു സമയത്ത്. എനിക്ക് അതും കൂടെ ഓർത്തിട്ട് ഞാൻ കരയൊക്കെ ആയിരുന്നു. കാരണം എനിക്ക് മനസ്സിലായി. അപ്പോൾ എനിക്ക് ആ ഒരു സമയത്ത് എനിക്ക് അവരോട് ഭയങ്കര റെസ്പെക്റ്റ് തോന്നി. എന്താ പറയുക, അവരും അത്രയും വേദന എടുത്തിട്ടാണല്ലോ. അത് ഞാനൊരു അമ്മയായപ്പോൾ എനിക്ക് അതിൻ്റെ ഒരു ഇത് മനസ്സിലായി. അങ്ങനെയാണ് എൻ്റെ മകളെ എനിക്ക് കിട്ടിയത്. അപ്പം എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു മൊമെൻ്റ് ആയിരുന്നു അത്. ഞാൻ മരിച്ചു പോകുമെന്നൊക്കെ ആലോചിച്ച് നമുക്ക് ആ ഒരു സമയത്ത് അങ്ങനെയൊക്കെ തോന്നും. അതുപോലെ തന്നെ നമ്മുടെ പാരൻസിനോട് നമുക്കൊരു റെസ്പെക്റ്റ് തോന്നും. അവരും അതുപോലെയൊക്കെയാണല്ലോ നമ്മളെയൊക്കെ കഷ്ടപ്പെട്ട ആ ഒരു എന്താ പറയുക, നമ്മൾക്ക് അത് അറിയാമെന്ന് പറഞ്ഞാൽ നമ്മൾ ആ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോഴല്ലേ നമുക്കത് മനസ്സിലാവത്തുള്ളൂ. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. അപ്പം ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പം വീഡിയോ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും ടാറ്റ.